ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,721,721 വോട്ടർമാർ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപം. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടിയതിലുമാണ് പ്രതിസന്ധിയാകുന്നത് പോലീസ്. വാടാനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കോട്ടപ്പുറം സ്വദേശി സൽമാനാണ് മരിച്ചത്. ബൈക്ക് വളവിൽ തെന്നിമറിഞ്ഞാണ് അപകടം. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്തുവിട്ട് നശിപ്പിച്ചു. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പാലിയൂർ മഹാതീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. 2 ഘട്ടങ്ങളിലായി നടന്ന തീർത്ഥാടന പദയാത്രയിൽ അണിനിരന്നത് ആയിരങ്ങൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. വോട്ടെടുപ്പിന് 40 ദിവസം മാത്രം ശേഷിക്കെ മണ്ഡലങ്ങളിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം മുറുകുന്ന തൃശൂർ സംസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലമാണ്. ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. അല്പം വൈകിയാണ് എത്തിയതെങ്കിലും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ഒപ്പമെത്തി. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,90,721 വോട്ടർമാർ. ജനുവരിയിലാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 13,52,552 സ്ത്രീ വോട്ടർമാരും 12,38,114 പുരുഷ വോട്ടർമാരുമാണുള്ളത്. 55 പേർ ഭിന്നലിംഗക്കാരാണ്. 3,946 പ്രവാസി വോട്ടർമാരുണ്ട്. 18നും 19നും ഇടയിൽ പ്രായമുള്ള പുതിയ വോട്ടർമാരുടെ എണ്ണം 35,551 പട്ടിക പുതുക്കൽ കാലയളവിൽ സംസ്ഥാനത്ത് ഏറ്റവുമധികം അപേക്ഷകൾ വന്നത് തൃശൂരിലാണ്. പ്രായമായവർക്കും അംഗപരിമിതർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സംവിധാനം. ആവശ്യമുള്ള സമ്മതിദായകർക്ക് ഈ സൌകര്യം വിനിയോഗിക്കാം. 85 വയസ്സിന് മുകളിലുള്ളവർക്കും 40% അംഗപരിമിതരുമായ സമ്മതിദായകർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാം. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം 12D അപേക്ഷ സ്വീകരിക്കും. ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 80 വയസ്സിന് മുകളിൽ 65,205 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ്. പുള്ള്, ആലപ്പാട്, പുറത്തൂർ, ചാഴൂർ, പഴുവിൽ തുടങ്ങിയ പ്രദേശങ്ങളോട് ചേർന്നുള്ള ചോരക്കാടുകൾ നിറഞ്ഞ കോൾബണ്ട് റോഡുകളും ഒഴിഞ്ഞ പറമ്പുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ വിലസുന്നത്. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും യുവാക്കൾ മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമായി ഇവിടേക്ക് എത്തുന്നതും ബഹളവും സംഘർഷങ്ങളും ഉണ്ടാകുന്നതും പതിവാകുകയാണ്. അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, താന്യം, ചാഴൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്ഥിതിയാണ്. ഇതേ തുടർന്ന് അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ, താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന അരയേക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ 2020-21 ബജറ്റിൽ 2.5 കോടി രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും സ്റ്റേഷൻ നിർമ്മാണ പദ്ധതി കടലാസിലൊതുങ്ങി. അന്തിക്കാട് സ്റ്റേഷനിലെ SHO സ്ഥലം മാറിപ്പോയിട്ട് 1.5 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത്. ശനിയാഴ്ച പുള്ളിൽ മദ്യപാനത്തിനിടെയുണ്ടായ അടിപിടിയിൽ 3 പേർക്ക് വെട്ടേറ്റ സംഭവം നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയതായി ആക്ഷേപം ഉയർന്നിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമുണ്ടായ അക്രമ സംഭവം പോലീസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ ലഹരി സംഘങ്ങൾ നാട്ടുകാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്റ്റേഷനിൽ നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന സംഭവങ്ങൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് യഥാസമയം ചോർത്തിക്കൊടുക്കുന്നവർ പോലീസിൽ തന്നെ ഉള്ളതായും ആരോപണമുണ്ട്. മേലധികാരികൾ ഇടപെട്ട് സ്റ്റേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ ആലപ്പാട്ട് പൊന്തേക്കൻ ജോസ്, കാങ്കളത്ത് സുധീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്.
ആന്ധ്രയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് തീരദേശ മേഖലയിൽ വിതരണം ചെയ്യാനാണ് ഇവർ കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷം മുൻപ് കൊരട്ടിയിൽ 210 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ജോസ്. എടത്തിരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കുകളിൽ എടമുട്ടത്ത് പോയി തിരികെ ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നതിനിടെ സൽമാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവിൽ തെന്നി വീഴുകയായിരുന്നു. തുടർന്ന് പുറകിൽ വന്ന ബൈക്കും കൂട്ടിമുട്ടി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും സൽമാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സൽമാന്റെ ഒപ്പമുണ്ടായിരുന്ന മാപ്രാണം മാടായിക്കോണം സ്വദേശി ഷെയ്ൻ, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്തുവിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളം പണി പാതി വഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. 2 എഞ്ചിനുകൾക്കും കേടുപാട് സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു. വെള്ളം ആങ്കർ ചെയ്ത വെള്ളമാണ് ഇത് അഴിച്ച് അതിൻ്റെ ചെത്തി വിട്ടേക്കണാണ്. അപ്പോൾ ഞങ്ങളുടെ എഞ്ചിനും വഞ്ചിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വഞ്ചി ഇപ്പോൾ കിടക്കണത് ഹാർബറിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. എടുക്കാൻ നിവർത്തിയില്ല ഞങ്ങളെ കൊണ്ട്. ഇപ്പോൾ വേറെ ആൾ വിളിച്ചിട്ടുണ്ട്, ആരും അങ്ങനത്തേക്ക് വരുന്നില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആര് ചെയ്താലും കുറച്ചുമാതിരി പൈസ നഷ്ടം വന്നിട്ടുണ്ട്. 2 എഞ്ചിനും പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. വഞ്ചിയും മൊത്തം പണിയണം, അടി പൊട്ടിയേക്കാണ്. അത് രണ്ട് അയച്ചിട്ടേക്കാണ് സംഭവമാണത്. ആരും പാലയൂർ മഹാതീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മുഖ്യ പദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പദയാത്രയ്ക്ക് പുറമെ കൊട്ടേക്കാട്, നിർമ്മലപുരം, ചേലക്കര, എരുമപ്പെട്ടി, ചാവക്കാട്, വടക്കാഞ്ചേരി, മറ്റം, വേലൂർ, കണ്ടശാങ്കടവ്, പഴുവിൽ, വലപ്പാട് തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള പദയാത്രകളും പാലയൂർ തീർത്ഥ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച 2ാം ഘട്ട പദയാത്രയും പാലയൂരിൽ എത്തിച്ചേർന്നു. പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി കൊട്ടേക്കാട് മേഖല പദയാത്ര സംഘടിപ്പിച്ചു. കൊട്ടേക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോജു ആളൂർ, ജാഥ കോർഡിനേറ്റർ ജെയിംസ് കാഞ്ഞിരപ്പറമ്പിലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശ്വാസികളാണ് പദയാത്രയിൽ പങ്കുചേർന്നത്. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങുകൾ ആരംഭിച്ചു. തൃക്കൂർ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് ആറാട്ടിനായി സ്വർണ്ണക്കോലത്തിൽ 5 ആനകളുടെ അകമ്പടിയോടെ സേതുകുളത്തിൽ ആറാട്ടിനായി പോകും. തിരികെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഓണറോടെ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ മകീര്യം പുറപ്പാടും ഇന്ന് നടക്കും. രാത്രി 9:30 പടിഞ്ഞാറെ നടപ്പുരയിലൂടെ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് പട്ടികജാതി വിഭാഗങ്ങളെന്നും സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമാണ് KPMSനുള്ളതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ. KPMS ജില്ലാ സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണത്തിനെതിരായി നിയമസഭയിലും പാർലമെന്റിലും ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പാസാക്കുന്നതിനായി 2 കൈയും പൊക്കുന്നവരായി പട്ടികജാതി പട്ടികവർഗ MPമാരും MLAമാരും മാറി. സാമൂഹിക നീതിയുടെ വക്താക്കളെന്ന് പറയുന്ന മുന്നണികൾ ഇത് ഉറപ്പാക്കുന്നില്ല. ജാതി സെൻസസ് അനിവാര്യമാണെന്നിരിക്കെ അത് നടപ്പാക്കാൻ എന്തിന് സർക്കാർ മടി കാണിക്കുന്നു? സാമൂഹിക നീതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ സഹായിക്കാൻ KPMS ഘടകങ്ങൾ പരിശോധന നടത്തണം. മുന്നാക്ക വിഭാഗങ്ങൾ 10% സംവരണം കൈപ്പറ്റിയ ശേഷമാണ് ജാതീയ സംവരണത്തെ എതിർക്കുന്നതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷനായി. സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ്, ജില്ലാ ട്രഷറർ KK അയ്യപ്പൻ, സ്വാഗത സംഘം കൺവീനർ MC വിനയൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PC ബാബു എന്നിവർ സംസാരിച്ചു. തിരക്കഥാകൃത്ത് ബാബു അത്താണി, ഡാവിഞ്ചി സുരേഷ്, അനു പുതിയടത്ത് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കുന്നംകുളം വ്യാപാര ഭവനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ,
മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അമീർ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി CV കുര്യാക്കോസ്, CMP നേതാവ് PRN നമ്പീശൻ, RSP നേതാവ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ ഉത്തരവാദിത്വം നിറവേറ്റി മുന്നോട്ട് പോകുന്നതിനിടയിൽ 2019 എത്തിയപ്പോൾ 15 മുതൽ 19 വരെ ഇരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ മഹിളാ മുന്നണി എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി. സെക്രട്ടറി സുമന സുഗതൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, സ്വപ്ന പ്രദീപ്, NS അങ്കിത, നകുല പ്രമോദ്, ഷീബ രാജേഷ്, ഷർമിള ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാരണം എന്താണ്? കാരണം 500 രൂപ ഉണ്ടായിരുന്ന അതും ഒരു സർക്കാരാണ്. ഒരു മാസത്തെ പെൻഷൻ മുൻകൂർ കൊടുത്തിരുന്ന സർക്കാർ. LDF ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF തൃശൂർ ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ നേതാവ് JP കേശവൻ അധ്യക്ഷത വഹിച്ചു. SC/ST കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് എസ് നേതാവ് KM യൂസഫ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. UDF ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവൻ അധ്യക്ഷനായി. അനിൽ പുളിക്കൻ, KA ഹാറൂൺ റഷീദ്, MK അബ്ദുൽ സലാം, CC ബാബുരാജ്, CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PK മുഹമ്മദ്, SS സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ടുത്ത് ലോകം മുഴുവൻ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അറിയപ്പെടുന്ന ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും കയ്യിൽ പിടിച്ച് സത്യവും അഹിംസയുമാണ് എന്റെ ആയുധം എന്ന് പറഞ്ഞ് സൂര്യൻ പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് തുടക്കം കുറിച്ച് വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ കൂറയിടൽ ചടങ്ങ് നടന്നു. ഇത്തവണ തിക്കങ്കൂറ് വേല ആയതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലെ 64 കാൽ പന്തലിലാണ് വേലയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത്. പന്തലിലെ 4 കാല് പാട്ടുകൊട്ടിലിന് മുകളിലൂടെ ചുവപ്പ് നിറത്തിലുള്ള പട്ട് വിരിക്കുന്നതാണ് കൂറയിടൽ ചടങ്ങ്. തുടർന്ന് പന്തലിൽ കളമെഴുത്തും ദ്വാരികവധം, കളംപാട്ടും കോമരമെത്തി കളം മായ്ക്കൽ ചടങ്ങും നടത്തി. കല്ലാറ്റു കുറുപ്പാണ് കളമെഴുത്ത് പാട്ട് നടത്തിയത്. ക്ഷേത്ര മൂരാളന്മാർ, ദേവസ്വം അധികൃതർ, പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തോന്നൂർക്കര, കുറുമല ദേശങ്ങളിലെ കമ്മിറ്റി ഭാരവാഹികളും കൂറയിടൽ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മാസം 23-നാണ് അന്തിമഹാകാളൻകാവ് വേല. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 650 വനിതകൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹനങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫീർ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ് കുമാർ, കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ, ഫാദർ ജോസ് വട്ടക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. മാള തുമ്പൂർമുഴി വലതുകര വഴി മാളയിലേക്കുള്ള കനാലിൽ മാലിന്യം മൂടിക്കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്കില്ലാതായി. കനാൽ ശുചീകരണത്തിന് ചെറുകിട ജലസേചന വകുപ്പ് കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പണികൾ നടത്തിയിട്ടില്ല. ജലസേചന വകുപ്പിന്റെ നിബന്ധനയനുസരിച്ച് മാസത്തിൽ 2 തവണയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം തുറന്നുവിടേണ്ടത്. അഷ്ടമിച്ചിറയിലൂടെ അമ്പഴക്കാട് വഴി മാളച്ചാലിൽ അവസാനിക്കുന്നിടത്താണ് വലതുകര കനാലിന്റെ ഒരു ഭാഗം വാലറ്റം. വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കനാൽ ശുചീകരിക്കുന്നതിനുള്ള നടപടിയുണ്ടായില്ല. വെള്ളം എത്തുമ്പോഴാണ് കരാറുകാരൻ പണികൾ ആരംഭിക്കാറുള്ളതെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ഈ വർഷം അത്തരം നടപടി പോലും ഉണ്ടായില്ലെന്നതാണ് കുന്നുകൂടി കിടക്കുന്ന മാലിന്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അമ്പഴക്കാട് ഭാഗത്തേക്കുള്ള കനാൽ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒഴുകിയെത്താൻ ഇടമില്ലാത്ത നിലയിൽ അഷ്ടമിച്ചിറയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പരാതി പറയാൻ ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലും ചെയ്യില്ലെന്ന് കർഷകർ പറയുന്നു. കടുത്ത വരൾച്ചയിലേക്ക് പോയിട്ടും കനാൽ വെള്ളം എത്തിക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഒരു പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിയാൻ വേണ്ടി കാത്തിരുന്ന ശേഷം വൈകിയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചത് എങ്കിലും ഇപ്പോഴും പ്രയോജനപ്പെടാത്ത അവസ്ഥയാണ്.
കനാലിൽ 16 ദിവസം കൂടുമ്പോൾ വെള്ളം തുറന്നുവിടാമെന്ന നിബന്ധനയുണ്ടെങ്കിലും ഫലത്തിൽ ലഭിക്കുന്നില്ല. കനാൽ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കണമെന്ന് കർഷകനായ പ്രദീപ് ഉരുണ്ടോളിൽ ആവശ്യപ്പെട്ടു. കൃത്യസമയത്ത് കോൺട്രാക്ടർ വർക്ക് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ദുരവസ്ഥ ഇവിടുത്തെ കർഷകർക്കും നാട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ടേൺ അനുസരിച്ച് വെള്ളം വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ ആയിരുന്നത്. മുൻപ് വെള്ളം വരുമ്പോൾ എന്ന് വെച്ചാൽ കനാല് 3-4 പണിക്കാരെ വെച്ച് ആദ്യം ക്ലീൻ ചെയ്ത് വരും. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാത്ത കാരണമാണ് ഈ എല്ലാ വേസ്റ്റും ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. TCV മാള. NDA തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ശ്രീ കേരളവർമ്മ കോളേജ് റോഡ് ജംഗ്ഷന് സമീപം BJP നാഷണൽ കൌൺസിൽ അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. NDA ജില്ലാ കൺവീനർ അതുല്യ ഘോഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ, BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ്, NKC സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ, SJD ജില്ലാ പ്രസിഡന്റ് MD രാജീവ്, ശിവസേന ജില്ലാ പ്രസിഡന്റ് രതീഷ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാരാധ്യരായിട്ടുള്ള അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയാണ്, വളരെയേറെ കൗതുകത്തോടും താല്പര്യത്തോടും അങ്ങേയറ്റ ആകാംക്ഷയോടും കൂടിയാണ് ഈ മണ്ഡലത്തെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത്. ആരാണ് ഇവിടുത്തെ MP ആകാൻ പോകുന്നത്? കൊടകര പഞ്ചായത്തിലെ 1-2 വാർഡുകളിലുള്ള മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാന വികേന്ദ്രീകരണ ആസൂത്രണ ബോർഡ് മേധാവി J. ജോസഫൈൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം മെമ്പർ PK ജമീല എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ആസൂത്രണ ഭവനിൽ യോഗം ചേർന്നത്. കളിമൺപാത്ര നിർമ്മാണ മേഖലയിൽ കരകൌശല വസ്തുക്കളുടെ ഉത്പാദന വിപണന പദ്ധതികൾ ഉൾപ്പെടുത്തി കരകൌശല വസ്തുഗ്രാമം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുംഭാര സമുദായത്തിന്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പിന്നോക്ക വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ M. സിദ്ധാർത്ഥൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CD സിബി, പഞ്ചായത്ത് സെക്രട്ടറി K. ബിന്ദു, കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി സൊസൈറ്റി സെക്രട്ടറി ചിന്നമണി, സൊസൈറ്റി അംഗം കുമാരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് പണ്ടാരപ്പറമ്പിൽ പീടികപ്പറമ്പിൽ ധർമ്മദൈവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഊട്ടുപുര സമർപ്പണം നടത്തി. ശ്രീനാരായണ ഗുരു നാരായണാശ്രമം മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് PG കൃഷ്ണദാസ് അധ്യക്ഷനായി. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയത്തങ്ങൾ, ക്ഷേത്രം ഭാരവാഹികളായ രാജ്മോഹൻ, സജീവ് രാമകൃഷ്ണൻ, PP സുനീഷ്, PR ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി ITIയുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി സാന്ത്വനം 2024 എന്ന പേരിൽ NSS വോളണ്ടിയേഴ്സിന്റെ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിക്ടറി ITIയിലെ 50ഓളം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ സെന്ററിലെ കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന കേടായി കിടക്കുന്ന വീൽ ചെയറുകൾ, കട്ടിലുകൾ, മേശകൾ, കസേരകൾ, അലമാരകൾ, ഫിസിയോതെറാപ്പി സെന്ററിലെ കേടായ ഉപകരണങ്ങൾ തുടങ്ങിയവ നന്നാക്കുകയും പെയിന്റ് അടിച്ച് നവീകരിക്കുന്ന പ്രവർത്തികളും ആരംഭിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ കുട്ടികളോടൊപ്പം നേരിട്ടെത്തി ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നത്. കേരള വിശ്വകർമ്മ മഹിളാ സംഘം പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി TK കലാശിവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PC രാജിമോൾ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ഓഫീസർ VK കീർത്തി പഠന ക്ലാസ് നയിച്ചു. AR സുബ്രഹ്മണ്യൻ, സാവിത്രി പ്രഭാകരൻ, TP രാജൻ, TB സുരേഷ് ബാബു, നിത രാധാകൃഷ്ണൻ, NK അനിൽകുമാർ, ശാഖാ സെക്രട്ടറി രാധാമോഹനൻ, ട്രഷറർ അശ്വതി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംരംഭങ്ങളുടെ എക്സ്പാൻഷനും അതുമൂലം പറ്റും. 70% സബ്സിഡി എന്നൊക്കെ പറയുമ്പോൾ നല്ല ശതമാനം നമുക്ക് സബ്സിഡി കിട്ടും. 1 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ എന്താ? തജ്നീദ് ക്ലബിന്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രോ ബാഗുകളിൽ മെക്സിക്കൻ കേൽ ചീരകൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രവാസി ആദരണീയ അവാർഡ് ജേതാവ് അബ്ദുട്ടി കൈതമുക്ക് ചീരകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
തജ്നീദ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഷിഹാബ് AK അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സുനിത രാജു, സുധ അർജുനൻ, കെ ദ്രൌപതി, കർഷക അവാർഡ് ജേതാവ് ഷബീർ ഏറത്ത്, NJ ലിയോ, ഷീല ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ വെങ്കിടങ്ങ് ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കോടമുക്ക് AMLP സ്കൂളിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ പ്രസിഡന്റ് ഷാജു അമ്പലത്ത് വീട്ടിൽ അധ്യക്ഷനായി. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PA രമേശൻ, ഡിവിഷൻ സെക്രട്ടറി UA ആനന്ദൻ, KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. CRPF പെൻഷനേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ 10ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും തൃശൂരിൽ നടന്നു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ CRPF റിട്ടയർഡ് IG T ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VL ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PL ആന്റണി, ജില്ലാ ട്രഷറർ MV വർഗീസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PA മധു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിപ്പിക്കും. 8 വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പ്രസിഡന്റ് K മണികണ്ഠൻ, കോർഡിനേറ്റർ സുഭാഷ് പുഴയ്ക്കൽ എന്നിവർ അറിയിച്ചു. കാഴ്ച പരിമിതികൾ മറികടന്ന് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിച്ചെടുത്ത താളത്തിൽ കൊട്ടിക്കയറി ആസ്വാദകരിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടംകുമരത്ത മണികണ്ഠൻ രാജേശ്വരി ദമ്പതിമാരുടെ 2ാമത്തെ മകളാണ് രശ്മി. ജനനത്തിൽ തന്നെ രശ്മിയുടെ ഞരമ്പുകളുടെ ശേഷി നഷ്ടപ്പെട്ട ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തി ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയെങ്കിലും രശ്മിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത്താണി JMJ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പഠനം വഴിത്തിരിവായത്. കോവിഡ് കാലത്ത് വിദ്യാലയം അടച്ചപ്പോൾ വീട്ടിലെത്തിയ രശ്മിക്ക് തായമ്പക കലാകാരനായ അച്ഛൻ മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചു. രശ്മിക്ക് തായമ്പക പഠിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും കുടുംബത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 2 മാസത്തെ പരിശീലനം കൊണ്ട് 12ാം വയസ്സിൽ തായമ്പകയിൽ അരങ്ങേറ്റം നടത്തി. ഒൻപതാം ക്ലാസ്സുകാരിയായ രശ്മി ഇപ്പോൾ 50-ലധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ചു. കാഴ്ച പരിമിതിയെ മറികടന്ന വാദ്യപ്രേമികളിൽ വിസ്മയം തീർക്കുന്ന രശ്മി ഇപ്പോൾ നാടിന്റെ അഭിമാനമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി കുന്നത്തേരി റെഡ് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MK മണികണ്ഠൻ അധ്യക്ഷനായി. സെക്രട്ടറി KK രാഗേഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, മുൻ വാർഡ് മെമ്പർ റോസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രഭരണം സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മാറ്റി ഭക്തരെ ഏൽപ്പിക്കുവാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഡോക്ടർ K അരവിന്ദാക്ഷൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര സർക്കാരുകൾ മതസ്ഥാപനങ്ങൾ നടത്തുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വേണാട്ട് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന അംഗം VK വിശ്വനാഥൻ, MV രവി, K സതീഷ് ചന്ദ്രൻ, മോഹനകൃഷ്ണൻ, മുകുന്ദൻ കുന്നമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഇന്ദിരാംചിറ MP സിദ്ധാർത്ഥൻ സ്മാരക മന്ദിരത്തിൽ ആരംഭിച്ച ഓഫീസ് CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB ജയ അധ്യക്ഷത വഹിച്ചു. VS പ്രദീപ്, MR രാജു തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടൂരിൽ വീട്ടുവളപ്പിലെ കുഴിയിൽ കുറുനരിയെ വീണ നിലയിൽ കണ്ടെത്തി. അഡ്വക്കേറ്റ് CT ഷാജിയുടെ വീട്ടുവളപ്പിലെ 5 അടി താഴ്ചയിലുള്ള കുഴിയിലാണ് കുറുനരി വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കുറുനരിയെ കൊണ്ടുപോയി.
പുത്തൂർ വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ ഷിബു നടുവിൽ പറമ്പിൽ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ, കൈക്കാരന്മാരായ ജിതിൻ ജോസ് തയ്യിൽ, ചാണ്ടി ജോർജ്, ബിജോയ് കുര്യൻ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,90,721 വോട്ടർമാർ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപം. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ്. വാടാനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കോട്ടപ്പുറ സ്വദേശി സൽമാനാണ് മരിച്ചത്. ബൈക്ക് വളവിൽ തെന്നിമറിഞ്ഞാണ് അപകടം. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്തുവിട്ട് നശിപ്പിച്ചു. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പാലിയൂർ മഹാതീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. 2 ഘട്ടങ്ങളിലായി നടന്ന തീർത്ഥാടന പദയാത്രയിൽ അണിനിരന്നത് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.